ഇനി നമുക്കൊരു ജാമിൻ്റെ റെസിപ്പി കാണാം. നമ്മൾ കഴിഞ്ഞ വർഷം സ്ട്രോബെറി പിക്കിങ് കഴിയുമ്പോൾ കൊണ്ടുവന്ന സ്ട്രോബെറീസാണ്. ഇത് ഫ്രിഡ്ജിൽ ഇരുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഫ്രോസൺ നോട്ട് വെജീസ് ഫ്രൂട്ട്സ് കിട്ടുമ്പോൾ അത് വെച്ച് നമുക്ക് എളുപ്പത്തിലൊരു ജാം തയ്യാറാക്കാം. ഇത് ഞാൻ ഓപ്ഷണൽ സമ്മർ ഫ്രൂട്ടായിട്ട് മേടിച്ചതാണ്. ഇതെനിക്ക് ഏകദേശം ഒരു ബൗൾ നിറച്ചുണ്ടായിരുന്നു. ആദ്യമായിട്ട് നമുക്കിതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം. കുക്കിംഗ് എളുപ്പമാക്കാൻ വേണ്ടിയാണ്. ഇത് നല്ല മധുരമുള്ള സ്ട്രോബെറീസ് ആയിരുന്നു, ഫാമിൽ നിന്ന് പറിച്ചത് കൊണ്ട് തന്നെ. അതുകൊണ്ട് ഞാൻ 3/4 കപ്പ് പഞ്ചസാര മാത്രമേ ഇതിലേക്ക് യൂസ് ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് എൻ്റെ ജാമിന് നല്ല മധുരമായിരുന്നു. നിങ്ങൾ എടുക്കുന്ന ഫ്രൂട്ടിൻ്റെ മധുരം അനുസരിച്ചാണ് പഞ്ചസാരയുടെ അളവ് മാറുന്നത്. ഇനി ഇത് വെന്ത് വരുമ്പം ഞാനൊരു ഹാൻഡ് ബ്ലെൻഡർ ഉപയോഗിച്ച് ഇതെല്ലാം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു ഓപ്ഷണലാണ് ഈ സ്റ്റെപ്പ്. ഇനി ഇതിലേക്കൊരു പകുതി നാരങ്ങ നീരും കൂടെ ചേർത്ത് നല്ലതായിട്ട് വറ്റിച്ചെടുക്കണം. ജാമിൻ്റെ പാകം നോക്കാനായിട്ട് ഇതൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുമ്പം ഇത് തന്നെ ഒഴുകി പോകരുത്. നമുക്ക് കൈ കൊണ്ട് സ്പ്രെഡ് ചെയ്യാൻ പറ്റണം. ഇതിലേക്ക് നമുക്ക് ഒരു പ്രിസർവേറ്റീവിൻ്റെ ആവശ്യമില്ല.